ഫ്രണ്ട്സ്, നമ്മളിന്ന് റെക്കോർഡ് ചെയ്യുന്നത് സ്കാൽപ്പിംഗ് എൻട്രി ടെക്നിക് അതിൻ്റെ 4ാമത്തെ പാർട്ട്. ആക്ച്വലി നമ്മളിന്ന് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 ഈ 4 ഉള്ളൂ നമ്മളുടെ എൻട്രി ഫോർമേഷൻസ് വരെ നമുക്ക് കുറേയധികം നമ്മൾ കാര്യങ്ങൾ പഠിച്ചു അല്ലേ. ആ പഠിച്ച കാര്യങ്ങളെ വെച്ചിട്ട് ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണ് പ്രൈസിൻ്റെ ബിഹേവിയർ വരുന്നത്, ഈ ഒരു വീഡിയോക്കകത്താണെങ്കിലും ഒത്തിരിയധികം പ്രൈസിൻ്റെ ബിഹേവിയറിനെ പറ്റി പഠിക്കാനുണ്ട്. 248 വീഡിയോസ് ഇപ്പോൾ ഓൾറെഡി നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വെച്ചിരിക്കുന്ന വീഡിയോയുടെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രൈസ് ബിഹേവിയർ എങ്ങനെയാണ് കറക്റ്റായിട്ട് നമുക്ക് മാർക്കറ്റിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് മാർക്കറ്റിൽ പ്രൈസിൻ്റെ ബിഹേവിയർ വരുന്നത് എന്നുള്ളതാണ്. എൻട്രി ടെക്നിക്ക് ഇസ് ഡിഫറൻറ്റ്. നമുക്ക് മൾട്ടിപ്പിൾ ലെയർ ഓഫ് എൻട്രി ടെക്നിക്കുകളുണ്ട്. ഇംബാലൻസ് ബേസ് ചെയ്തിട്ടുള്ളതുണ്ട്, സ്കാൽപ്പിംഗ് ടെക്നിക്കുകളുണ്ട്, അതുപോലെ തന്നെ മിറ്റിഗേഷൻസ് ബേസ് ചെയ്തിട്ടുള്ളതുണ്ട്, പുൾ ബാക്ക് മിറ്റിഗേഷൻ ബേസ് ചെയ്തിട്ടുള്ള എൻട്രി സെറ്റപ്പുകളുണ്ട്, 1:1 ട്രേഡ് സെറ്റപ്പ് ഉണ്ട്, മിറ്റിഗേറ്റഡ് അൺമിറ്റിഗേറ്റഡ് സോൺസ് വെച്ചിട്ടുള്ള എൻട്രി സെറ്റപ്പുകളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടുതൽ ലെക്ചേഴ്സ് പിന്നീടുള്ള ലെക്ചറുകളിൽ ഞാൻ ഓരോന്നോരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പക്ഷേ നമുക്കിവിടെ സ്കാൽപ്പിംഗ് എൻട്രി ടെക്നിക്ക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രത്യേക ലെസൺ ആയിട്ട് എടുത്ത് പഠിപ്പിക്കുന്നതിൻ്റെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈവൻ ദോ ഇഫ് ഇറ്റ് ഈസ് എ സ്മോൾ ട്രേഡിംഗ് സെറ്റപ്പ്, ചെറിയൊരു സെറ്റപ്പ് ആണെങ്കിൽ പോലും മാർക്കറ്റിൻ്റെ ഡയറക്ഷനാണ് നമ്മളിവിടെ ഇൻഡയറക്ട്ലി പ്രെഡിക്റ്റ് ചെയ്യുന്നത്. യു ആർ പ്രെഡിക്റ്റിംഗ് ദ മാർക്കറ്റ് ഡയറക്ഷൻ ഇൻഡയറക്ട്ലി ത്രൂ എ സ്കാൽപ്പിംഗ് എൻട്രി ടെക്നിക്ക്. അതാണ് ഇതിനകത്തെ കാര്യം. സ്കാൽപ്പിംഗ് എൻട്രി ടെക്നിക്ക് ആണെങ്കിലും ഈവൻ നമ്മളൊരു മാക്രോ ലെവലിലുള്ള ഒരു മാർക്കറ്റിൻ്റെ വലിയ പ്രൈസ് മൂവ്മെൻറ്റിൻ്റെ പ്രഡിക്ഷൻ ആണെങ്കിൽ പോലും ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ വലിയ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈവൻ ദോ ഇതൊരു സ്കാൽപ്പിംഗ് എൻട്രി ടെക്നിക്ക് ആണെങ്കിൽ പോലും നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് പോയിന്റ് ബൈ പോയിന്റ് ഞാൻ പറയുന്നുണ്ട്. സ്ട്രക്ചറൽ ലിക്വിഡിറ്റി എങ്ങനെ ഫോം ചെയ്യുമ്പോഴാണ് നമുക്ക് എൻട്രി എടുക്കേണ്ടത്, അതുപോലെ തന്നെ ഏത് ലെവലിലാണ് ടാർഗറ്റ് ലെവൽ മാർക്കിംഗ്, ഏതെല്ലാം രീതികളിലാണ് നമ്മൾ ടാർഗറ്റിനെ കാണുന്നത്, ടാർഗറ്റ് ആണ് മൈക്രോ ലെവലുണ്ടോ, ഇമ്മീഡിയറ്റ് ടാർഗറ്റ് ഏതാണ്, അതിന് വന്ന് പ്രൈസ് ബിഹേവ് ചെയ്യുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം, എങ്ങനെയൊക്കെയാണ് നമ്മൾ അതിനെ മാനേജ് ചെയ്യാൻ പോകുന്നത്. ഇമോഷണലി അല്ല, വേറാസ് യു ആർ ഗോയിങ് ടു ട്രേഡ് ബേസ്ഡ് ഓൺ എ പ്രോസസ് ആൻഡ് Trading Secrets members ellam, you are a professional trader. And welcome back friends, my name is Sobi and you are watching Trading Secrets YouTube channel. ഫ്രണ്ട്സ്, നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന സ്കാൽപ്പിംഗ് ടെക്നിക്ക് പ്രകാരം ഇപ്പോൾ നമുക്കൊരു ചെറിയൊരു ടാർഗറ്റും ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്ന ഒരു മൊമെൻറ്റിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന എൻട്രി വെച്ചിട്ട് നടക്കില്ല, നമുക്ക് നോക്കാം. ഇതൊരു ലൈവ് മാർക്കറ്റാണ്. ആക്ച്വലി ഇതൊരു ഇംബാലൻസ് ആണ്. പ്രൈസ് താഴ്ത്ത് വരുമ്പോഴത്തേനും ഇതൊരു കറക്റ്റായിട്ടുള്ളൊരു ഇംബാലൻസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ലിക്വിഡിറ്റി ഒരു പർട്ടിക്കുലർ ഒരു ഇമ്മീഡിയറ്റ് ഒരു ലോ ഇസ് ടേക്കൻ അല്ലേ. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേനും നമ്മളെ സംബന്ധിച്ച് ഇമ്മീഡിയറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടെയുണ്ട്. സോ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ലെഗിൽ നമ്മളൊരു ലോങ് പൊസിഷൻ എടുക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഏകദേശം ഇവിടം വരെയുണ്ട്. സോ നമുക്ക് ഇത്ര സ്റ്റോപ്പ് ലോസ് വേണ്ട. സോ നമ്മൾ ഏകദേശം ഇവിടെ വെച്ച് എൻട്രി എടുത്തു എന്ന് വിചാരിക്കാം. സോ സ്കാൽപ്പിംഗ് എൻട്രിയാണ്, ഇവിടെ വെച്ച് എൻട്രി എടുത്തു. സോ ഇതിനകത്ത് നമ്മൾ എന്തെല്ലാം കോൺഫിഡൻസ് ആണ് കാണുന്നത്. ഇവിടെ നമ്മൾ ഇതിൻ്റെ ബോട്ടം പ്രൈസ് പിടിച്ചാൽ മതി. സോ അത്രയും വേണ്ട, നമുക്ക് ചെറിയൊരു ടാർഗറ്റ് മതി, ഇവിടം വരെ മതി, അല്ലെങ്കിൽ ഇവിടം വരെ മതി. ഈ ഒരു മിറ്റിഗേഷൻ ട്രിഗറാണിത്. സോ ഇമ്മീഡിയറ്റ്ലി പ്രൈസ് റിവേഴ്സ് ചെയ്തിട്ട് ഈ ഒരു പോയിന്റിലോട്ട് വരുമ്പോഴത്തേനും നമ്മൾ എക്സിറ്റ് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. സോ പ്രൈസ് വരുന്നുണ്ട്. സോ ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഒരു ഇമ്മീഡിയറ്റ് ഒരു ലോ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് അല്ലേ. ഒരു ലോ ഈസ് ടേക്കൻ, ഒരു ഇമ്പോർട്ടൻറ്റ് ലോ ഈസ് ടേക്കൻ. അപ്പോൾ സ്ട്രക്ചറൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്ന അവസരവും, അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു ടാർഗറ്റ് കാണുകയും, അതുപോലെ തന്നെ നമ്മളുടെ ഈ പോയിന്റ് ഉണ്ടല്ലോ, ഇതിപ്പോൾ ഇവിടെ ഈ നമ്മൾ എൻട്രി എടുത്തിരിക്കുന്ന ഈ പോർഷനാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ലോ എന്ന് പറയുന്നത് അല്ലേ. സോ നമ്മുടെ ലോ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിപ്പം ലൈവ് മാർക്കറ്റാണ്. മാർക്കറ്റ് ഓപ്പൺ. നമ്മളെ സംബന്ധിച്ച് നേരെ തിരിച്ച് മാർക്കറ്റ് നമ്മൾ എൻട്രി എടുത്തിരിക്കുന്ന പോർഷൻ ഇതാണ്. ഇവിടെ നിന്ന് ഇവിടം വരെ വന്നാൽ മതി. ബാങ്ക് നിഫ്റ്റിക്കകത്ത് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ സെയിം മെത്തഡോളജിയാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ എൻട്രി ഏരിയ എന്ന് പറയുന്നത്. സോ നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ കൊണ്ട് ടാർഗറ്റ് വെക്കാൻ കാരണം, ബിക്കോസ് പ്രൈസ് ഇറങ്ങി വന്നപ്പം ഇവിടെ ഒരു മിറ്റിഗേഷൻ ട്രിഗറാണ് ആക്ച്വലി. പ്രൈസ് ഇവിടെ വന്നു, പിന്നെ മുകളിലേക്ക് പോയി, പിന്നെ ഇവിടെ നിന്നല്ലേ ആ ഒരു ലോ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. സോ സെക്കൻഡ് ടൈം ഇത് വരുമ്പോഴത്തേനും പ്രൈസ് നേരെ കയറി വന്നിട്ട് ഇതിന് മുകളിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്യും. സോ ഞാൻ പറയുന്നത് എപ്പോഴും ഇങ്ങനെ ക്ലിയർ ആയിട്ട് ലിക്വിഡിറ്റി സ്വീപ്പ് നടക്കുകയും, അതായത് സ്ട്രക്ചറൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്ന അവസരത്തിലും, അതുപോലെ തന്നെ ഒരു ടാർഗറ്റ് നമുക്ക് ഇതുപോലെ ദൂരത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ലെവൽ ടാർഗറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, എന്തൊക്കെയാണ് ഇവിടെ ഒരു പുൾ ബാക്ക് ക്യാൻഡിലുണ്ട് അല്ലേ. ഇതൊരു ടാർഗറ്റാണ്. ആ പുൾ ബാക്ക് പിന്നീട് വന്ന് സ്വീപ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഇത് പുൾ ബാക്ക് അല്ല, ഇവിടെ ഒരു ഡീവിയേറ്റഡ് പ്രൈസ് ആക്ഷനാണ് നടന്നിരിക്കുന്നത്. അപ്പം പുൾ ബാക്ക് ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് ഇതുണ്ട്. പ്രൈസ് നമ്മുടെ അങ്ങോട്ട് ഓൾറെഡി എത്തിക്കഴിഞ്ഞാൽ ഇത് ഈ ഒരു മിറ്റിഗേഷൻ പോയിന്റ് വരുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ട്രേഡിൽ നിന്ന് ആ സ്കാൽപ്പിംഗ് എൻട്രിയിൽ നിന്ന് എക്സിറ്റ്. ഇത്രയുള്ള കാര്യം. പക്ഷേ ഇതിനകത്ത് ഇത്രയുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേനും നമ്മളതിനകത്ത് സ്ട്രക്ചറൽ ലിക്വിഡിറ്റി ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സ്ട്രക്ചറൽ ലിക്വിഡിറ്റി, അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ പൊതുവായുള്ള ബിഹേവിയർ എങ്ങനെയാണ്, നമ്മൾ ടാർഗറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് കറക്റ്റായിട്ട് മാനേജ് ചെയ്യുന്നത്, അതുപോലെ തന്നെ
ഇതിനകത്തെ നമ്മളുടെ എന്താ പറയുന്നത്, ഇഫ് ദർ ഇസ് നോ ലിക്വിഡിറ്റി ഓൺ ദ ലെഫ്റ്റ് സൈഡ് ദ സോൺ ഇറ്റ് സെൽഫ് ഫേസ് ലിക്വിഡിറ്റി അല്ലേ. അപ്പോൾ ഇവിടെ സംബന്ധിച്ച് ഈക്വൽ ഹൈ സർ 3 ടൈംസ് ഇത് ഫോം ചെയ്തിട്ടുണ്ട്. ഇമ്മീഡിയറ്റ്ലി അത് വന്ന് മിറ്റിഗേറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മാർക്കറ്റിനെ നോക്കി കാണുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള പ്രിസിഷൻ എൻട്രിയിലേക്ക് കടക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത്. സി നൗ വാട്ട് ഇസ് ദ ടൈം നൗ? ടൈം ഇൻ ന്യൂയോർക്ക് 12:55 PM ജനുവരി 7. സോ 12:55 PM ജനുവരി 7 അല്ലേ, ടൈം സോൺ. സോ എക്സാക്ട്ലി ആ പോയിന്റ് വന്നു, പ്രൈസ് മിറ്റിഗേഷൻ നടക്കുന്നു. ഒരു സെൽ ഓഫ് അവിടെ വരും, ബിക്കോസ് എല്ലാവരും ആ ഏരിയ നോക്കിയിരിക്കുകയാണ്. അവിടെ നിന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നെക്സ്റ്റ് ലെവലിലേക്ക് പെട്ടെന്ന് ജമ്പ് ചെയ്ത് കയറിപ്പോൾ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളിവിടെ പ്രൈസിൻ്റെ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വന്ന് പ്രൈസ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ അതോ സെൽ ഓഫ് ആണോ വരുന്നത് നമ്മൾ നോക്കിയിട്ട് പതുക്കെ ഒന്ന് നിന്നതിന് ശേഷം പെട്ടെന്ന് എക്സിറ്റ് ചെയ്യാം. ചിലപ്പോൾ നമുക്ക് ആ വരുന്ന പറയുന്ന ഒരു 5-6 പോയിന്റ് ബാങ്ക് നിഫ്റ്റിയിലൊക്കെ പോയിരിക്കും. ചിലപ്പോൾ നമുക്ക് ചില സമയത്ത് മാർക്കറ്റ് നമ്മളെ ബ്ലസ് ചെയ്യും. ഒരൊറ്റ ക്യാൻഡിലിൽ ഭയങ്കര അതിഗംഭീരമായിട്ട് പോകുന്നതാണ് പറ്റും. അതാണ് സ്കാൽപ്പിങ്ങിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഇതിനകത്ത് പരിശീലിച്ച് കഴിയുമ്പോഴത്തേനും ചില സമയങ്ങളിൽ നമ്മൾ പോട്ടെ ഇന്ന് നമുക്ക് ഈ ഒരുമാതിരി ടാർഗറ്റ് കിട്ടുമോ എന്ന് നോക്കി നമ്മൾ ഓൾറെഡി പ്രോഫിറ്റബിൾ പൊസിഷനിലാണെങ്കിൽ നമ്മൾ ജമ്പ് ചെയ്ത് ക്ലോസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഇത് ചെയ്യേണ്ട കാര്യമില്ല. എത്ര മൊമെൻറ്റത്തിലാണ് പ്രൈസ് വരുന്നത് നോക്കി. ഇതാണ് അപ്പം ലൈവ് എക്സാമ്പിൾ നമ്മുടെ നാസാക്കിനകത്ത് കാണിച്ചു തരാൻ പറ്റിയില്ലേ. അപ്പോൾ അതാണ് ഇന്നത്തെ കാര്യം. ലൈവ് മാർക്കറ്റ് ഓപ്പൺ ലൈവ്. സോ നമ്മളുടെ ഇനീഷ്യൽ പ്ലാൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിരുന്നു? ഇനീഷ്യൽ പ്ലാൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടം വരെ ആയിരുന്നു. ഇനി പ്രൈസ് ഇവിടം വരെ വന്ന് മിറ്റിഗേറ്റ് ചെയ്യുന്നവിടം വരെ നമുക്ക് നമ്മുടെ ടാർഗറ്റ് അവിടെ ഉണ്ട്. സോ നമ്മളെ സംബന്ധിച്ച് പ്രോബ്ലം ഉള്ള കാര്യമല്ല, മനസ്സിലായി. അപ്പോൾ സിമ്പിൾ ട്രേഡിംഗ് പ്ലാനാണ്. സിമ്പിൾ ട്രേഡിംഗ് പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം സ്ട്രക്ചറൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്ന അവസരത്തിലാണോ നമ്മൾ എൻട്രി ചെയ്യുന്നത്. അത് എന്ത് മൈനർ സ്ട്രക്ചർ ആയിക്കോട്ടെ, എന്ത് സ്ട്രക്ചർ എങ്കിലും ആയിക്കോട്ടെ. ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ എൻട്രി എടുത്താൽ നമുക്കിവിടെ ടാർഗറ്റ് കാണുന്നുണ്ട്, ചെറിയ ഇത് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ ടാർഗറ്റിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ സെൽ ഓഫ് വരുന്ന മാർക്കറ്റിൽ, ഇത്രയും സെല്ലിങ് വരുന്ന മാർക്കറ്റിലാണെങ്കിൽ പോലും റിവേഴ്സ് ഓർഡർ ഫ്ലോ, ബൈ സൈഡിലേക്കുള്ള ഓർഡർ ഫ്ലോ എപ്പോഴും കിട്ടും. അപ്പം ബൈയിങ് മൊമെൻറ്റം ഭയങ്കര കൂടുതലായിരിക്കും എപ്പോഴും മാർക്കറ്റിൽ. അപ്പോൾ ബൈ സെറ്റപ്പ് ഈസ് ഈൽഡിങ് മോർ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് നിൽക്കണം. ചില സമയങ്ങളിൽ നമുക്ക് അബദ്ധം പറ്റും. പക്ഷേ എന്നാലും കോസ്റ്റൊക്കെ എക്സിറ്റ് ചെയ്യാനും അത് നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും മാർക്കറ്റിൻ്റെ ആ പ്രൈസ് ആക്ഷൻ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പം അത് മനസ്സിലാക്കി നമ്മൾ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളത് എക്സിറ്റ് ചെയ്യണോ വേണ്ടോ എന്നൊക്കെ നമുക്ക് രണ്ടാമത്തെ തോട്ടൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ചുമ്മാതെ നമ്മൾ ഇമോഷണലി ഇതിനെ ടാക്കിൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ യു ആർ നോട്ട് ഗോയിങ് ടു വിൻ. അതാണ് അതിനകത്തെ പ്രശ്നം. ഈ പ്രൈസ് ആക്ഷൻ്റെ ടെക്നിക്ക് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. പ്രൈസ് മൂവ്സ് ഫ്രം ലിക്വിഡിറ്റി ടു മിറ്റിഗേറ്റ് അൺമിറ്റിഗേറ്റഡ് പോയിന്റ്സ് എന്ന് പറയും. അതായത് ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റി പ്രൈസ് ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇവിടെ മാർക്കറ്റ് താഴേക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഈ കൂട്ടത്തിൽ കുറേ അധികം ആൾക്കാർ സെല് ചെയ്യാൻ വന്നിട്ടുണ്ട് അല്ലേ. നാച്ചുറലി അവരുടെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും പ്ലേസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഓരോ ക്യാൻഡിലിൻ്റെ മുകളിലായിരിക്കും പ്ലേസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. എന്നിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, ഇതിപ്പോൾ ശരിയാവുന്ന പിന്നെ മാർക്കറ്റ് താഴെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നല്ല സെല്ലിംഗ് മൂഡിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് എന്ന് പറയും. അപ്പം മാർക്കറ്റ് ലിക്വിഡിറ്റി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് വിൽ കം ലൈക്ക് എ ഷാർക്ക്, അല്ലെങ്കിൽ മെറ്റലിനെ അട്രാക്ട് ചെയ്യുന്ന പോലെ ഇറ്റ് വിൽ കം ലൈക്ക് എ തീഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ മാർക്കറ്റ് ഒരു സൈഡിലേക്ക് അതിഗംഭീരമായിട്ട് റിവേഴ്സ് ചെയ്ത് കയറി വന്ന് ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒറിജിനൽ പർപ്പസ് എങ്ങോട്ടാണോ ആ ഒരു ഇതിലേക്ക് തന്നെ മാർക്കറ്റ് വീണ്ടും കണ്ടിന്യൂ ചെയ്യും. സോ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ സെൽ ഓഫ് ചെയ്തു. സോ വരുന്ന വരവിൽ തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്യണം. വി നോ ദാറ്റ് ദിസ് ഈസ് അവർ ടാർഗറ്റ്. ഇനി അതിന് മുകളിൽ പോക്കട്ടെ, നോ പ്രോബ്ലം. അതിന് മുകളിൽ ഒരു ഇതും കൂടെ കിടപ്പുണ്ട് അല്ലേ, 1 മിനിറ്റിൻ്റെയാണിത്. അപ്പം അവിടെ വരെയും പ്രൈസ് വരുവാണെങ്കിൽ ഓഫ് കോഴ്സ് ഈ ഒരു സ്ട്രക്ചറൽ ലിക്വിഡിറ്റി കംപ്ലീറ്റ്ലി വിൽ ബി ടേക്കൺ, മനസ്സിലായോ? ഇവിടം വരെ വരുവാണെങ്കിൽ ഒരു സ്വീപ്പ് എന്താണെങ്കിലും അങ്ങോട്ട് വരും. സോ ഇത് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് അല്ല, അതാണ് അതിനകത്തെ കാര്യം. സോ സ്ട്രക്ചറൽ മാർക്കറ്റ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണ് കൂടുതൽ ലിക്വിഡിറ്റി പോയിന്റ്സ് ഉള്ളത് അങ്ങോട്ട് മാഗ്നറ്റ് മെറ്റലിനെ അട്രാക്ട് ചെയ്യുന്ന പോലെ അട്രാക്ട് ചെയ്ത് മാർക്കറ്റ് കയറി വരും. അതാണ് അതിനകത്തെ കാര്യം. ഇതിനകത്ത് ഒത്തിരിയധികം ട്രേഡിങ് നടക്കുന്നുണ്ട്. ആൽഗോ ട്രേഡിങ്, അങ്ങനത്തെ ട്രേഡിങ്ങുകളെല്ലാം ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്, മനസ്സിലായോ? അപ്പോൾ അതെല്ലാം മെഷീൻ ബേസ്ഡ് ട്രേഡിംഗ് ആണ് നടക്കുന്നത്. നമ്മൾ നോർമലി ഓർഡർ ഫീഡ് ചെയ്യുന്ന രീതിയിലല്ല മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം അത് വളരെ ഫാസ്റ്റായിട്ട് വന്നിട്ട് മാർക്കറ്റ് ആ ഏരിയ കൂടെ പ്രൈസ് കവർ ചെയ്ത് പോയി തിരിച്ച് അതിൻ്റെ ജേർണി എങ്ങോട്ടാണോ ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാണോ സെറ്റ് ചെയ്തിപ്പെട്ടിരിക്കുന്നത്, ആരുടെ മനസ്സിൽ, ഹെഡ്ജ് ഫണ്ട് മാനേജറുടെ മനസ്സിൽ എങ്ങോട്ടാണോ സെറ്റ് ചെയ്തിരിക്കുന്നത് അതേപോലെ മാർക്കറ്റ് പോകും. അതാണ് അതിനകത്തെ കാര്യം. സോ വാട്ട് ഇസ് ദ ടൈം നൗ? 1 PM 1:13 PM, റൈറ്റ്. അപ്പം മാർക്കറ്റിൻ്റെ പ്രൈസിൻ്റെ ബിഹേവിയർ കാണും. ഈ ബിഹേവിയർ നമ്മൾ ഇമോഷണൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രൈസിൻ്റെ മെക്കാനിസം നമുക്ക് മനസ്സിലാകാതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഇമോഷൻസ് ഉണ്ടാകുന്നതിൻ്റെ കാര്യം. വൺസ് യു അണ്ടർസ്റ്റാൻഡ് ദിസ്, എങ്ങനെയാണ് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്? നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന മെത്തേഡിൽ സ്കാൽപ്പിംഗ് എൻട്രീസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഓഫ്ലൈൻ ചാർട്ടിലും ഓൺലൈൻ ചാർട്ടിലും നമ്മളിത് പ്രാക്ടീസ് ചെയ്ത് നോക്കി കുറേ നാൾ ഇത് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാകും പ്രൈസ് വിൽ റിവേഴ്സ് എന്ന് പറയാം. വൈ ദ പ്രൈസ് ഈസ് ഹിയർ. ഞാനിത് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. 1 time, 2 time, 3 time ആൻഡ് ഇമ്മീഡിയറ്റ് സ്ട്രക്ചറൽ ലോ ഇസ് ടേക്കൺ. പ്രൈസ് ഇസ് ട്രേഡിംഗ് അറ്റ് എക്സ്ട്രീം ഡിസ്കൗണ്ട്സ് ഓൺ. എല്ലാ വോളിയം ക്യാൻഡിൽസും ഡിസ്കൗണ്ട് ചെയ്ത് നിൽക്കുന്നു. യു ആർ ഗെറ്റിംഗ് ഇൻ ദ എൻട്രി ഫോർ എ സ്കാൽപ്പിംഗ്. വാട്ട് ഇസ് ദ പ്രോബ്ലം? മേ ബി ദി സ്കാൽപ്പിംഗ് വിൽ ടേക്ക് യു ടു ദ ഡിസൈഡ് ഡെസ്റ്റിനേഷൻ. അണ്ടർസ്റ്റുഡ്? കേട്ടോ, ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല, എക്സ്പീരിയൻസ് ആണ്. ഐ എം ഷോയിങ് യു ഇൻ ദ ലൈവ് മാർക്കറ്റ്.
ചുമ്മാ നമ്മൾ കാർഡടിച്ചിട്ട് ഒരു എന്താ പറയുക വല്ലപ്പോഴും ഒന്ന് സംഭവിക്കുന്നു എന്ന് പറഞ്ഞ പോലെയല്ല. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന 250ഓളം വീഡിയോകളിൽ എല്ലാം പറഞ്ഞു തന്നിരിക്കുന്നത് മാർക്കറ്റിൻ്റെ ഡൈനമിക്സ്, പ്രൈസ് മൂവ്മെൻറ്റ് എല്ലാം എങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതിനെ വിവരിച്ചുകൊണ്ടുള്ള ഓരോ എക്സ്പ്ലനേഷനാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് മൾട്ടിപ്പിൾ ലെവൽ ഓഫ് നമുക്ക് സംഭവങ്ങൾ കാണാൻ പറ്റും. സോ നമ്മുടെ മുന്നിൽ കറക്റ്റ് ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കാണാൻ പറ്റും എങ്ങനെയാണ് നമ്മൾ സ്കാൽപ്പിങ്ങിലേക്ക് കയറുന്നത്. സം ടൈംസ് മാർക്കറ്റ് ഈവൻ ഇൻ ദ സ്കാൽപ്പിംഗ് ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, സ്കാൽപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കയറി നമ്മളിത് വെയിറ്റ് ചെയ്യുന്നു. സോ 1-2 സെല്ലിംഗ് ആണ് നമുക്ക് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഇവിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, അതുവരെ നമ്മൾ പ്രോഫിറ്റബിളാണ്. അങ്ങനെ തിരിച്ചു വരുവാണെങ്കിൽ വരട്ടെ നോക്കുക, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുക മാക്സിമം. അതാണ് അതിൻ്റെ കാര്യം. പ്രിസിഷൻ എൻട്രി കിട്ടിയോ ഇല്ലയോ, യു ആർ ബൈയിങ് അറ്റ് ലോ, സെല്ലിങ് അറ്റ് ഹൈ. എല്ലാവരും നേരെ തിരിച്ചാണ് ചെയ്യുന്നത്, ബൈയിങ് അറ്റ് ഹൈ ആൻഡ് സെല്ലിങ് അറ്റ് ലോ. ഇതാണ് എല്ലാവരും ചെയ്യുന്ന പരിപാടി. അപ്പോൾ നമ്മൾ ഒരു കണ്ടക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് മാർക്കറ്റിൽ ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് ലൈവിൽ മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഒപ്പം സഞ്ചരിക്കുന്നത്, നമുക്ക് ഈ വരുന്ന ലെഗിലൊക്കെ എന്തെല്ലാം കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഡോബർമാൻ ക്യാൻഡിൽ തൂങ്ങി കിടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മൾ നോക്കുന്നത്. നമ്മുടെ കണ്ടക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇസ് ഡിഫറൻറ്റ്. വി ഹാവ് ഓൺലി 2 ക്യാൻഡിൽസ്. വാട്ട് ആർ ദോസ് ക്യാൻഡിൽസ്? IFC ക്യാൻഡിൽ എന്ന് പറയും, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫണ്ടിങ് ക്യാൻഡിൽ. ആ ഫണ്ടിങ് ക്യാൻഡിലിനകത്ത് നടക്കുന്ന പ്രൈസ് ആക്ടിവിറ്റി എന്താണ്, അതാണ് ക്യാൻഡിൽ സ്റ്റിക് മാസ്റ്ററി എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റിനകത്ത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസൺ. ദിസ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ട്രേഡ്സ്. എന്താണിത്? ടൈം ഇൻ ന്യൂയോർക്ക് ലൈവ് ട്രേഡ് 1:04 PM ട്യൂസ്ഡേ ജനുവരി 7 ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ലോജിക്ക് നമുക്ക് പിടിയിട്ടില്ലോ, എങ്ങനെയാണ് മാർക്കറ്റിലേക്ക് നമ്മൾ എൻട്രിക്ക് വേണ്ടിയിട്ട് നോക്കുന്നത്, എന്തെല്ലാം കോൺഫ്ലുവൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഈ പ്രൈസ് ബിഹേവിയറിനകത്ത് എന്തെല്ലാമാണ് കാണുന്നത്. ഇവിടെ കൺസൾട്ടേഷൻ വന്നു, ബ്രേക്ക്ഔട്ട് ചെയ്തു, പ്രൈസ് ബ്രേക്ക്ഔട്ട് ഓൺ ബോത്ത് സൈഡ്സ് ആയി, വീണ്ടും പ്രൈസ് മിറ്റിഗേഷൻ വേണ്ടിയിട്ട് പോകുന്നു, ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, പ്രൈസ് നേരെ താഴോട്ട് വരുന്ന വരയിൽ തന്നെ സെല്ലേഴ്സ് എൻ്റർ ചെയ്യുന്ന സെല്ലേഴ്സ് പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അവരെ ഒന്ന് ക്ലിയർ ചെയ്യുന്നു. രണ്ടാമത് വീണ്ടും ലോ ബ്രേക്ക് ചെയ്യുന്നു, സ്ട്രക്ചറൽ ലിക്വിഡിറ്റി ഈസ് ടേക്കൺ, പ്രൈസ് ഇസ് എഗെയിൻ ട്രേഡിംഗ് ഓൺ എ ഡിസ്കൗണ്ടഡ് സോൺ. നമ്മൾ ഇമീഡിയറ്റ്ലി ഒരു ടാർഗറ്റ് കാണുന്നു, അതിന് താഴെ നമുക്ക് ഇവിടെ സ്ട്രക്ചറൽ ലിക്വിഡിറ്റിക്ക് ഇവിടെ ഒരു ടാർഗറ്റ് കാണുന്നു, ഇവിടെ ഒരു ടാർഗറ്റ് കാണുന്നു. വി ആർ ഹോൾഡിംഗ് ദ ട്രേഡ് ആൻഡ് എക്സിറ്റിംഗ് ഓൺ ദ സോൺ ഇറ്റ് സെൽഫ്. ദിസ് ഈസ് ദ പ്രിസിഷൻ ട്രേഡിംഗ് ടെക്നിക് ദാറ്റ് ഐ ആം ടീച്ചിങ് യു. ഫ്രണ്ട്സ്, അപ്പോൾ ഫൈനലി മാർക്കറ്റ് ആഫ്റ്റർ ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് എന്താണ്, മാർക്കറ്റിൻ്റെ ആ ഒരു മൊമെൻറ്റം കണ്ടോ, എത്ര ഫാസ്റ്റായിട്ട് മാർക്കറ്റിൻ്റെ പ്രൈസ് ഡെലിവറി വന്നിരിക്കുന്നത് നോക്കി. സി, അതൊരു എന്താണ് പറയുന്നത്, ഈ ഒരു ഇംബാലൻസ് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നവരെ പറഞ്ഞത്. അപ്പോൾ അത് പ്രൈസ് നമ്മൾ നോക്കുമ്പോൾ ഏത് സോണാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷേ ഓണെ എന്താണ് പറയുന്നത്, മാക്രോ ലെവൽ ടാർഗറ്റ് ഉണ്ട്, ഇവിടെ ഉണ്ട് ടാർഗറ്റ് ഉണ്ട്, ഈ സോൺ ക്ലിയർ ഔട്ട് ചെയ്തു, അടുത്ത സോണിലേക്ക് പോയി പ്രൈസ്, അവിടുന്ന് പ്രൈസ് റിയാക്ട് ചെയ്തിട്ട് വീണ്ടും പഴയ നമ്മുടെ ഒറിജിനൽ പൊസിഷനിലേക്ക്, ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രൈസിൻ്റെ ജേണി എങ്ങോട്ടാണോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും, താഴോട്ടെങ്കിൽ താഴോട്ട്. അപ്പോൾ ഇങ്ങനത്തെ മിറ്റിഗേഷൻ മൂവ്മെൻറ്റ് വരുമ്പോൾ അത് ബുള്ളിഷ് ട്രെൻഡാണെന്ന് നമ്മൾ വിചാരിക്കരുത്. അതാണ് മാർക്കറ്റിന്. സി, നമ്മളുടെ ബയാസ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിറ്റിഗേഷൻ മൂവ്മെൻറ്റ് മാർക്കറ്റിൽ നടക്കുമ്പോൾ അതൊരു ബുള്ളിഷാണെന്ന് വിചാരിക്കാൻ പാടില്ല. എല്ലാവർക്കും പറ്റുന്ന മിസ്റ്റേക്ക് അതാണ്. മാർക്കറ്റ് തിരിഞ്ഞ് കംപ്ലീറ്റ് ബുള്ളിഷായി, എവിടെ ബുള്ളിഷ്, ഒരു ബുള്ളിഷും ഇല്ല, താഴോട്ട് പിന്നെയും വന്നിട്ടിരിക്കും. ഇവിടെ മിറ്റിഗേഷൻ 2 ക്യാൻഡിൽ വീണ്ടും സെല് ചെയ്തിട്ട് ഇതും വന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ട് വീണ്ടും താഴോട്ട് പോകും. ഇങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിന് ഒപ്പിച്ച് നമ്മൾ ട്രേഡ് ചെയ്യുക അതിൻ്റെ ഇതുപോലെ. അപ്പോൾ സം ടൈംസ് മാർക്കറ്റ് വിൽ ബ്ലെസ് യു ലൈക്ക് എനിത്തിങ്. സം ടൈംസ് യു വിൽ ബി എക്സിറ്റിംഗ് ഫ്രം ഹിയർ, സം ടൈംസ് യു വിൽ ബി എക്സിറ്റിംഗ് വിത്ത് എ സ്മോൾ ടാർഗറ്റ്. ബട്ട് ഈവൻ ദെൻ സ്മോൾ ടാർഗറ്റ് ആണെങ്കിൽ പോലും ഇഫ് ദാറ്റ് വാസ് എ പ്രിസിഷൻ എൻട്രി, ദെൻ വി ആർ അറ്റ് ദ റൈറ്റ് സൈഡ് ഓഫ് ദ മാർക്കറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇന്നത്തെ ലെക്ചർ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു, ആൻഡ് കമൻസുകൾ എഴുതാൻ മറക്കരുത്. താങ്ക് യു, ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.